നാടൻ പെൺകുട്ടിയായിട്ടായിരുന്നു നവ്യ നായരുടെ വരവ്. ഇന്റിമേറ്റ് സീനുകളോ ഗ്ലാമറസ് പ്രകടനമൊന്നുമില്ലായിരുന്നു തുടക്കത്തിൽ. എന്നാൽ വെള്ളിത്തിര റിലീസ് ചെയ്തതോടായിരുന്നു നടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. പൃഥ്വിരാജുമായുള്ള രംഗങ്ങൾ അന്ന് വൻ ചർച്ചയായിരുന്നു. നവ്യയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ പൃഥ്വിരാജുമായ ആ രംഗം കണ്ടതോടെ ആ തീരുമാനം മാറ്റിയെന്ന് ആരാധകർ വരെ പറഞ്ഞിരുന്നു. ജെ.ബി. ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ നവ്യ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. പൃഥ്വിരാജും ഞാനും കൂടെ ഭയങ്കര ഹോട്ടായി അഭിനയിച്ചു എന്നായിരുന്നു വിവാദം. ഇപ്പോഴത്തെ പോലെ പ്രതികരിക്കാനോ തുറന്നു പറയാനോ ഉള്ള ധൈര്യമില്ലായിരുന്നു അന്ന്. ഇത് ഇത്ര വലിയ വിവാദമായി മാറുമെന്ന് അന്നറിയില്ലായിരുന്നു. അത്രയും വൃത്തികേടുണ്ട് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അതെന്താണ് വിവാദമായെന്നും അറിയില്ല. ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു. ഭയങ്കര ഹോട്ട് സീൻ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ജീവിതത്തിൽ വലിയൊരു സങ്കടം നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ആ രംഗം ചിത്രീകരിച്ചത്. അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവിൻ്റെ അപ്രതീക്ഷിത മരണം അന്നായിരുന്നു. ആ ചേച്ചി 9 മാസം ഗർഭിണിയായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് 11ാം മാസമായിരുന്നു. ഓരോ ഷോട്ട് കഴിഞ്ഞും ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നത്. ഷൂട്ടുള്ളതിനാൽ എനിക്കും അച്ഛനും അമ്മയോടൊപ്പം പോവാൻ പറ്റിയിരുന്നില്ല. ഒരു ആൻറ്റിയായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 3 ദിവസം കൊണ്ടാണ് ആ പാട്ട് ചിത്രീകരിക്കുമായിരുന്നു. സിനിമയിൽ കാണുന്ന പോലുള്ള ഫ്ലോ ഒരിക്കലും ഷൂട്ടിങ്ങിലുണ്ടാകില്ല. ബ്രേക്ക് ചെയ്താണ് എടുക്കുന്നത്. അത് ആൾക്കാരിൽ ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നടിയെന്ന രീതിയിൽ ഞാൻ അഭിനയിച്ചുവെന്നേ ഉള്ളൂ. എന്നെ അന്ന് ആളുകൾ അംഗീകരിക്കുന്നത് ഒരു മകളെന്നോ സഹോദരിയെന്നോ പോലെയൊക്കെയായിരുന്നു. പെട്ടെന്ന് വേറൊരു ലെവലിലേക്ക് പോയത് അവർക്കൊന്നും ഇഷ്ടമായില്ല. വിവാദമായപ്പോൾ എനിക്കും വിഷമം തോന്നിയിരുന്നു. മാഗസിനുകളിൽ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഒരുപാട് മാറ്റി എഴുതി. അതെന്താണ് എനിക്ക് പിടികിട്ടില്ല. വളരെ കാര്യങ്ങൾ വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. വീഡിയോ ഇന്റർവ്യൂവിലില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. വേറെ ആംഗിളാണ് അവർ എഴുതി പിടിക്കുന്നത്. അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നിട്ടുമുണ്ട്.